അവളിൽ നിന്ന് അകലം പാലിക്കാൻ കുടുംബമടക്കം ആവശ്യപ്പെടുന്നു. പക്ഷേ എന്താവശ്യത്തിനും ഞാനുണ്ടാകും. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ മാറ്റുരച്ച മത്സരാർത്ഥികളെക്കാൾ ആരാധകരുള്ളത് വിനു വിജയ് എന്ന PR കൺസൾട്ടന്റിനാണ്. സീസൺ 6-ൽ ജിൻഡോ ബോഡിക്രാഫ്റ്റ് വിജയ് ആയപ്പോൾ മുതലാണ് വിനുവും ഇത്തരം റിയാലിറ്റി ഷോകളിൽ PR വർക്ക് സൃഷ്ടിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ബിഗ് ബോസ് പ്രേക്ഷകർ കേട്ടു തുടങ്ങിയത്. കഴിഞ്ഞ സീസണിൽ ജിൻഡോയ്ക്ക് വേണ്ടിയാണ് PR ആയി വിനു ജോലി ചെയ്തിരുന്നത്. അതേസമയം ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളും എല്ലാമായി അനു തിരക്കിലാണ്. വിജയിയായി പുറത്തിറങ്ങിയ ദിവസം മുതൽ ഇതുവരെയും അനുവിനൊപ്പം എല്ലാ പരിപാടികളിലും വിനു സാന്നിധ്യമാകാറുണ്ട്. തനിക്ക് അനു സഹോദരിയും സുഹൃത്തുമാണെന്നും അതുകൊണ്ടാണ് കരുത്തായി ഒപ്പം നിൽക്കുന്നതെന്നുമാണ് വിനു പറഞ്ഞത്. ഇപ്പോഴിതാ അനുവുമായുള്ള അടുപ്പത്തിന് അകലം വെക്കാൻ താൻ തീരുമാനിച്ചുവെന്ന് പറയുകയാണ് വിനു. അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ഇതൊരു ക്ലാരിഫിക്കേഷൻ പോസ്റ്റ് അല്ല, പക്ഷേ ഞാൻ ഒരു കാര്യം ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. യൂട്യൂബിൽ എന്നെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന നിരവധി ചർച്ചകൾ ഞാൻ കേട്ടു. അതുപോലെ ചിലർ അനുമോളിനെ നെഗറ്റീവായി ചിത്രീകരിക്കുന്നു. എനിക്കതിൽ ചർച്ച ചെയ്യാനോ അതിനെ ബാധിക്കാനോ താല്പര്യമില്ല. ദയവായി അവൾക്ക് അർഹമായ ഇടം നൽകുക. അവൾ ഇപ്പോൾ അവളുടെ കരിയറിൽ വളരെ വിജയകരമായ ഒരു ഘട്ടം ആസ്വദിക്കുകയാണ്. പ്രത്യേകിച്ച് അവളുടെ ആരാധകരിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യപ്പെട്ട് തുടർച്ചയായി സന്ദേശങ്ങൾ ലഭിക്കുന്നതിനാൽ ഞാൻ പിന്മാറുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതിനാൽ കുറച്ച് അകലം പാലിക്കാൻ ഞാൻ വ്യക്തിപരമായി തീരുമാനിച്ചു. അനുമോളിന് ഇതിൽ നിന്ന് ഒന്നും ചെയ്യാനില്ല. അവൾ ഒരു അത്ഭുതകരമായ വ്യക്തിയാണ്. എൻ്റെ ജീവിതവും പ്രോജക്റ്റുകളും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് എൻ്റെ ഇഷ്ടമാണ്. ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. അത് മാറില്ല. അവൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ എന്നെ നേരിട്ട് ബന്ധപ്പെടുമെന്ന് എനിക്കറിയാം എന്നാണ് വിനു കുറിച്ചത്. പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ അനുകൂലിച്ചും വിമർശിച്ചുമെല്ലാം പ്രതികരണങ്ങൾ വന്നു. അനുവുമായി പറഞ്ഞുറപ്പിച്ചിരുന്ന സാമ്പത്തിക ഇടപാടുകൾ തീർന്നതുകൊണ്ടും ബിഗ് ബോസ് വിവാദങ്ങൾ ഒരുവിധം ശമിച്ചതുകൊണ്ടുമാണ് അനുവിൽ നിന്നും വിനു അകലം പാലിക്കാൻ പോകുന്നതെന്നാണ് ചിലർ പറയുന്നത്.